എല്ലാവർക്കും നമസ്കാരം. നോവൽ ചരിത്രത്തിൽ ഇടപെടുന്നു എന്ന ഈ സെഷനിൽ നമ്മളെല്ലാവരും കൂടിയിരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ചരിത്രത്തിലൊരു ഇടപെടൽ തന്നെയാണ് നടത്തുന്നത്. മലയാള നോവൽ ചരിത്രത്തെ അടയാളപ്പെടുത്തിയ നമ്മൾ ചരിത്ര നോവലുകൾ എന്നൊക്കെ വിളിച്ചിരുന്ന നോവലുകൾ മുൻപുമുണ്ടായിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ഇടപെടുന്ന മുഖ്യധാരാ ചരിത്രത്തിന് ഉണ്ടെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരുപാട് പരിമിതികളെ അഡ്രസ്സ് ചെയ്യുന്ന മുഖ്യധാരാ ചരിത്രം നമുക്കറിയാം. അത് തീർച്ചയായും ഭരിക്കുന്നവരുടെ മാത്രം ചരിത്രമാവുകയേ തരമുള്ളൂ. ഭരണീയരുടെ, കീഴാളരുടെ, സ്ത്രീകളുടെ, പരിസ്ഥിതിയുടെ ഒക്കെ, സമ്പത്തിൻ്റെ ഒക്കെ ചരിത്രമാവാൻ അതിന് വലിയ പരിമിതിയുണ്ട്. ആ പരിമിതികളെയൊക്കെ മറികടക്കാൻ നോവലിനുള്ള സാധ്യത വളരെ വലുതുമാണ്. അത്തരത്തിലുള്ള ഒരു ഇടപെടലിന്, ശ്രദ്ധേയമായ ഒരു ഇടപെടലിന് മലയാളത്തിൽ ഒരു പക്ഷേ തുടക്കം കുറിക്കുന്ന നോവൽ ശ്രീ ടി.ഡി. രാമകൃഷ്ണൻ്റെ ഇട്ടിക്കോരയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് പ്രാദേശിക ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് സമുദ്രാന്തര വാണിജ്യ പ്രമുഖനായിരുന്ന ഇട്ടിക്കോരയുടെ ചരിത്രത്തെ, മുതലാളിത്തത്തിൻ്റെ വലിയ ചരിത്രമായി അതെങ്ങനെ വളരുന്നു എന്നതിനെ, ഇട്ടിക്കോരയുടെ സന്തതി പരമ്പരകളിൽ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ജൂനിയർ കോര അമേരിക്കയിലെ ചേരിയിൽ ജനിച്ച് വളരുകയും അവിടെ നിന്ന് അമ്മയിൽ നിന്ന് തന്നെ തോക്കും കഞ്ചാവും ഉപയോഗിക്കാൻ ശീലിക്കുകയും തുടർന്ന് അമേരിക്കൻ സൈന്യത്തിൽ ഒരു പാലസ്തീൻ പെൺകൊടിയെ ബലാത്കാരം ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി ചേരുകയും ആ ആഗ്രഹം സഫലമാവുമ്പോൾ ലൈംഗിക ശേഷി നഷ്ടപ്പെടുകയും അത് വീണ്ടെടുക്കാൻ മനുഷ്യമാംസം ഭക്ഷിക്കുകയും അത് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ദ സ്കൂളിൽ സഹായം തേടിയെത്തുകയും ഒക്കെ ചെയ്യുന്ന ജൂനിയർ ഇട്ടിക്കോരയെ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്ന ഈ നോവൽ തീർച്ചയായും ചരിത്രത്തിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. മുഖ്യധാരാ ചരിത്രത്തിന് നമ്മൾ ഉണ്ട് എന്ന് കാണുന്ന നിരവധിയായ പരിമിതികളിലൊന്നാണ് അത് ചരിത്രത്തെ ദ്വന്ദ്വാത്മകമായിട്ടാണ് കാണുന്നത് എന്നത്. ആ ദ്വന്ദ്വാത്മകതയെ മറ്റൊരു തരത്തിൽ അഡ്രസ്സ് ചെയ്യുന്ന, ഏറ്റവും ഒടുവിൽ ഷിനിലാലിൻ്റേതായിട്ട് പുറത്തു വന്ന ഇരു എന്ന നോവലിനും ഇട്ടിക്കോരയുടേതുപോലെ തന്നെ ഒരു ഐതിഹാസിക മാനമുണ്ട് എന്ന് നമുക്കറിയാം. അത് ഒരുപക്ഷെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ മറ്റൊരു ഹിന്ദു പാകിസ്ഥാനാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് ഓഗസ്റ്റ് 17 എസ് ഹരീഷ് കണ്ട തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഉള്ള കലർപ്പുകളെ, വരേണ്യരും കീഴാളരും തമ്മിലുള്ള, വെളുപ്പും കറുപ്പും തമ്മിലുള്ള, ആണും പെണ്ണും തമ്മിൽ ചേർന്ന് കായനദി ഉണ്ടാവുന്ന ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ചരിത്രം ഭരിക്കുന്നവരുടെ മാത്രം ചരിത്രമല്ല, തീർച്ചയായും അത് സാഹിത്യ ഭാവനകളുടെയും അത് സൃഷ്ടിക്കുന്ന കാമനകളുടെയും കൂടി ചരിത്രമാണ്. അതും അടയാളപ്പെടുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അത് നമുക്കൊരു പക്ഷേ സുസ്മേഷിൻ്റെ പേപ്പർ ലോഡ്ജിൽ വായിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ശ്രീ സുസ്മേഷ് ചന്ദ്രോത്തിനുള്ള പരിചയം, ടി പത്മനാഭൻ്റെ ജീവിതത്തെ ആധാരമാക്കിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം സംവിധാനം ചെയ്ത നളിനകാന്തി എന്ന വാർത്താചിത്രത്തിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ നോവൽ ചരിത്രത്തിൽ ഇടപെടുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യവുമല്ല, പ്രത്യേകിച്ചും സമകാലിക ഇന്ത്യൻ സാഹചര്യങ്ങളിൽ. ആ തരത്തിൽ ചരിത്രത്തിൽ ഇടപെട്ട ഏതാനും നോവലിസ്റ്റുകളാണ് നമ്മളോടൊപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനായി ശ്രീ ടി.ഡി. രാമകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഈ മാതൃഭൂമി അക്ഷരോത്സവത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇന്ന് സംവാദത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ എഴുത്തിൻ്റെ ഒരു തരത്തിൽ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ അത്ര അക്കാഡമിക്കായിട്ടുള്ള ആളല്ല. എൻ്റെ ഇട്ടിക്കോര എന്നുള്ള നോവലിൽ, ഫ്രാൻസിസ് ഇട്ടിക്കോര നോവലിൽ ആദ്യത്തെ വാചകം, ആ പുസ്തകം തുറന്നു നോക്കുന്ന നിങ്ങൾക്ക് കാണാം, ഇത് ചരിത്രമല്ല, കെട്ടുകഥകളും കേൾവികളും നുണകളും ചേർത്തൊരു കഥ പൊലിപ്പിച്ചെടുക്കാനുള്ള ശ്രമം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടിക്കോര തുടങ്ങുന്നത്. പക്ഷേ കുറച്ച് കൂടെ മുന്നോട്ട് പോയാൽ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഉംബർട്ടോ എക്കോവിൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്. അത് വൈ റൈറ്റ് നോവൽസ് ടു റീറൈറ്റ് ഹിസ്റ്ററി ഓൺ ലിറ്ററേച്ചർ. എന്തിനാണ് നോവൽ എഴുതുന്നത് എന്ന വളരെ പ്രസക്തമായൊരു ചോദ്യത്തിൻ്റെ പലതരത്തിലുള്ള ഉത്തരങ്ങളിൽ ഒന്നായി എക്കോ പറയുന്നത് ചരിത്രം തിരുത്തി എഴുതാൻ. സ്വാഭാവികമായിട്ടും ചോദ്യം ഉയരാം, എന്തിനാണ് ചരിത്രം തിരുത്തി എഴുതേണ്ടി വരുന്നത്? നേരത്തെ പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും അംഗീകൃത ചരിത്രമെന്ന് പറയുന്നത് അധികാരത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കപ്പെടുന്നതും അതനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതൊക്കെ ആയിട്ട് മാറും. പലപ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള മനുഷ്യർ അതിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്നു, പുറത്താക്കപ്പെടുന്നു. ഒരു 10, 200, 250 കൊല്ലം കഴിഞ്ഞ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ ഒക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ അതിലുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പ്രതീക്ഷയും വേണ്ട എന്നുള്ളതാണ്. പക്ഷേ അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ പലതരത്തിൽ ഈ ചരിത്രത്തിൽ അവർ സ്വയം അടയാളപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ വലിയ നിർമ്മിതികളാവാം, മറ്റ് തരത്തിലുള്ള കാര്യങ്ങൾ, താജ്മഹൽ പോലെയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, മറ്റ് പല രീതിയിലുള്ള ശിലാശാസനങ്ങൾ. ഇപ്പോൾ രാജരാജ ചോളൻ്റെയൊക്കെ ശിലാശാസനങ്ങൾ, തമിഴിൽ കൽവെട്ടെന്ന് പറയും, ശിലാശാസനങ്ങളൊക്കെ. ആ ശിലാശാസനങ്ങളിലേക്ക് ഭാഷ എടുത്ത് നിങ്ങൾ നോക്കിയാൽ കൃത്യമായിട്ട് ഈ രാജാവിനെ പരമാവധി പുകഴ്ത്തിയതിന് ശേഷമായിരിക്കാം അതിൽ ഉള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ രാജരാജ എന്ന് പറഞ്ഞിട്ടാണ് രാജരാജ ചോളൻ്റെ ശിലാശാസനങ്ങളാരും. പുതിയ കാലം ഇത് മറ്റൊരു തരത്തിൽ ഇതൊക്കെ ആവർത്തിക്കപ്പെടുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു സമയത്ത് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരോടൊപ്പം നിൽക്കുന്ന ചിന്തകളോടൊപ്പമൊക്കെ നിൽക്കുമ്പോൾ എഴുത്തുകാരൻ ഇതിൽ സർഗാത്മകമായി ഇടപെടാനുള്ള ഇടങ്ങളിലേക്ക് എത്തും. ചരിത്രത്തിന് ഒരു ജ്ഞാനമേഖല എന്നുള്ള നിലയിൽ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരാളാണ്. അതിൻ്റേതായിട്ടുള്ളൊരു മെത്തഡോളജിയുണ്ട്, പഠന രീതികളുണ്ട്, തീർച്ചയായിട്ടുണ്ട്. എഴുത്തുകാരൻ അതല്ല ചെയ്യുന്നത്. അതിൽ പൂരിപ്പിക്കപ്പെടാതെ കിടക്കുന്ന ഇടങ്ങളിലേക്ക് സർഗാത്മകമായി കടന്നുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് കഥ പറയാനുള്ള ശ്രമമാണ്. നിങ്ങൾ ചരിത്രമാണ് അറിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വായിക്കേണ്ടത് നോവലുകളല്ല. MGSൻ്റെയോ രാജൻ കുരുക്കൾ സാറിൻ്റെയോ അല്ലെങ്കിൽ റമില്ല താപ്പറിൻ്റെയോ അതുപോലെ മറ്റ് പ്രഗത്ഭരായ ചരിത്രകാരന്മാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളാണ്. നോവലുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പറഞ്ഞ ഈ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളിലേക്ക് സർഗാത്മകമായി ഇടപെടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ ഇട്ടിക്കോരയിൽ തന്നെ ഇട്ടിക്കോര എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടാകുന്നത് പോർച്ചുഗീസ് ഇതൊന്ന് മാസ്കോഡ ഗാമ ആഫ്രിക്ക ചുറ്റിയിട്ടൊക്കെ ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു.
കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി എന്ന ചരിത്രം പഠിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് തിരിച്ചങ്ങോട്ട് അതിന് മുമ്പേ യാത്ര ചെയ്ത് കൂടാ? പക്ഷെ ചരിത്രത്തിൻ്റെ തെളിവുകൾ വെച്ചിട്ട് ബാധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എഴുത്തുകാരൻ നിസ്സഹായനാണ് ആ കാര്യത്തിൽ. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ സാധ്യതകൾ, ചരിത്രത്തിലെ ഗ്രേ ഏരിയാസിൽ പൂരിപ്പിക്കപ്പെടാതെ കിടക്കുന്ന ഇടങ്ങളിൽ ഭാവനയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പുറത്താക്കപ്പെട്ടവരുടെ ചരിത്രം പറയാനും ചരിത്രത്തിൻ്റെ ഒരു സംവാദാത്മകമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനും ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ചരിത്രത്തിൽ മാത്രമല്ല സമൂഹത്തിലും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലും ഒക്കെ ഇടപെടുന്നുണ്ട്. ഇടപെടാതെ കണ്ട് കൈകെട്ടി മാറി നിൽക്കാവുന്ന ഒരു കാര്യമല്ല എഴുത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ചരിത്രത്തിനോടുള്ള എൻ്റെ സമീപനം. തുടർന്നുള്ള എൻ്റെ മറ്റ് പുസ്തകങ്ങളിലായാലും ഇപ്പോൾ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകിയാണെങ്കിലോ മാമ ആഫ്രിക്കയൊക്കെ ആണെങ്കിൽ മറ്റ് കൃതികളിലും ഞാൻ ചരിത്രത്തെ കാണുന്നത് അങ്ങനെയാണ് അതിന് നോവലിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഭാവനയ്ക്ക് അനന്തമായ സാധ്യതകൾ ചരിത്രം നമുക്ക് തുറന്നു തരുന്നുണ്ട്. ചരിത്രത്തിൽ പൂരിപ്പിക്കപ്പെടാതെ കിടക്കുന്ന ഇടങ്ങൾ നമുക്ക് ധാരാളം സാധ്യതകൾ. ഇപ്പോൾ സുഗന്ധി എഴുതുന്നതിന് മുമ്പേ ശ്രീലങ്കൻ യാത്രയിൽ സിഗിരിയ എന്ന് പറയുന്ന പാറക്കെട്ടിൻ്റെ മുകളിൽ കയറി പോകുന്നതിന് മുമ്പേ വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കഥയല്ല അതിന് മുകളിൽ കയറി നിന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കഥ. അതുപോലെ ഒരു കാലത്തിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇപ്പം 2024 ജനുവരി 22 ശേഷം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചരിത്രത്തെ കാണുന്നത് സാധാരണ അതിനു മുമ്പ് കണ്ടിരുന്ന പോലെയല്ല. അപ്പം അങ്ങനെ എഴുത്ത് മൾട്ടി ലെയറിൽ പ്രവർത്തിക്കുന്നൊരു കാര്യമാണ്. ഇടപെടുന്നതും അതുപോലെയാണെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാൻ. അടുത്തതായി സംസാരിക്കുന്നതിനായി ശ്രീ വി ഷിനിലാലിനെ ക്ഷണിക്കുകയാണ്. ഇരു എന്ന ഐതിഹാസിക മാനമുള്ള നോവലിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടാവും. രാമകൃഷ്ണൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നോവലിൽ യാഥാർത്ഥ്യമില്ലാതെയില്ല. ഭാവനയെക്കുറിച്ചുള്ള ഡേവിഡ് ഷുൾമാൻ്റെ പുസ്തകത്തിൻ്റെ പേര് മോർ ദാൻ റിയൽ, എ ഹിസ്റ്ററി ഓഫ് ഇമാജിനേഷൻ ഓഫ് എ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യൻ ഇമാജിനേഷൻ എന്നാണ്. മോർ ദാൻ റിയൽ തന്നെയാണ് തീർച്ചയായും ഭാവനയുടെ ലോകവും. സംസാരിക്കുന്നതിനായി ശ്രീ വി ഷിനിലാലിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിഷയം നോവൽ ചരിത്രത്തിൽ ഇടപെടുമ്പോൾ എന്നാണ്. ഒരുപക്ഷെ അതിന് ഏറ്റവും അനുയോജ്യമായ ദിവസം ഇന്നാണ്. ഒരുപക്ഷെ അതൊക്കെ ആലോചിച്ചിട്ടാവും മാതൃഭൂമി ഇങ്ങനെ ഒരു ടൈറ്റിൽ ഈ ദിവസം വെച്ചതും നമ്മളതിന് നിയോഗിക്കപ്പെട്ടതും. കാരണം ഇന്ന് പാർലമെൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് സെഷൻ ഇന്ന് നടക്കുകയാണ്. അതെന്തിനാണെന്ന് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വാർത്ത നോക്കുകയോ അല്ലെങ്കിൽ രാവിലെ നോക്കിയിരുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ ഒരു ഫിക്ഷനെ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് സ്ഥാപിക്കുകയാണ് ഈ ദിവസം. നേരത്തെ സൂചിപ്പിച്ച ജനുവരി 22 സ്ഥാപിച്ചതിനെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്ഷൻ അല്ലെങ്കിൽ നോവൽ ചരിത്രത്തിൽ ഇടപെടുന്ന ചരിത്ര മുഹൂർത്തത്തിലിരുന്നിട്ടാണ് നമ്മളിന്ന് ഈ വിഷയം സംസാരിക്കുന്നത്. അതിന് 2 ആസ്പെക്റ്റുകളുണ്ട്, 2 കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന്, ചരിത്രം നോവലിൽ ഇടപെടുമ്പോൾ നമുക്ക് മനോഹരമായ ഒരു സാഹിത്യ സൃഷ്ടി കിട്ടുന്നു. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു 1000 അല്ലെങ്കിൽ 10,000 വർഷം പഴക്കമുള്ള വാക്കുകളുടെ മുകളിലാണ്, അല്ലെങ്കിൽ സംഭവങ്ങളുടെ മുകളിലാണ്. ഇത്രയും കാലത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ മുകളിലാണ് ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ഫിക്ഷൻ എഴുതുന്നത് അല്ലെങ്കിൽ നോവൽ രചിക്കുന്നത്. അപ്പോൾ ചരിത്രം സാഹിത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് കൂടുതൽ ലാവണ്യമുണ്ടാക്കുന്നതിൽ കൂടുതൽ സാഹിത്യത്തെ കൂടുതൽ മൂല്യവത്താക്കുന്നു. അതേസമയം ഫിക്ഷൻ ചരിത്രത്തിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ വർത്തമാനത്തിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് ദുരന്തപൂർണമായ ഒരു വർത്തമാനവും ചരിത്രവും കിട്ടുന്നു എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തുടർന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എൻ്റെ 21 നോവലാണ് ഇതിനകത്ത് അവസാനമായി എഴുതിയതും അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
നമുക്കറിയാം ഈ തിരുവിതാംകൂറിൽ നിലനിന്ന ഒരു മിത്താണ്. ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത, ചരിത്രത്തിന് മിത്തായി കൺവേർട്ട് ചെയ്തിട്ട് അതിനെ കഥയായി പടർത്തിയാണ് നമ്മൾ നൂറ്റാണ്ടുകൾ ആ സംഭവങ്ങളെ സൂക്ഷിച്ചിട്ടുള്ളത്. നമുക്കൊരു ലിഖിതമായ ചരിത്രം വളരെ കുറവാണ്. ഒരുപക്ഷെ മാഗ്ന കാർട്ട ഉണ്ടായത് 1215 ലോകത്ത് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു മലയാളിക്ക് 1215 എന്ത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിന് നമുക്ക് രേഖകളില്ല. നമ്മളതിനെ മിത്തുകളായി എവിടേക്കോ സംഭരിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഒരു മിത്താണ് മാർത്താണ്ഡവർമ്മയെ രക്ഷിച്ച ഈ ഭ്രാന്തൻ ചാന്നാൻ്റെ കഥ. മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയിൽ നെയ്യാറ്റിൻകര വെച്ച് ഇയാളെ വേലുക്കുറപ്പിൻ്റെ ഒരു സംഘം ആക്രമിക്കുന്നു. വേൽക്കാരായ പോരാളികളാണ് അവർ. ആക്രമിക്കുമ്പോൾ അടിയൻ ലച്ചിപ്പോ എന്ന് പറഞ്ഞിട്ട് ഭ്രാന്തൻ ചാന്നാൻ വന്നിട്ട് ഇദ്ദേഹത്തെ യുവരാജാവായ 20-23 വയസ്സുള്ള ഈ മാർത്താണ്ഡവർമ്മയെ ഒരു അമ്മച്ചി പ്ലാവിൻ്റെ പോടിനകത്ത് കയറ്റിയിരുത്തി മറച്ചിരുത്തി രക്ഷപ്പെടുത്തുന്നു എന്നാണ് കഥ. ഈ മിത്തിനെ CV രാമൻപിള്ള അദ്ദേഹത്തിൻ്റെ മാർത്താണ്ഡവർമ്മ നോവലിൽ ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഇതേ രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഉപയോഗിച്ചപ്പോഴത്തേക്ക് കഥാപാത്രം മാറി. അദ്ദേഹം മാറ്റി എഴുതിയത് ഈ ഭ്രാന്തൻ ചാന്നാനെ അനന്തപത്മനാഭനാക്കിയിട്ടാണ്. അനന്തപത്മനാഭൻ വലിയ പടത്തലവൻ, മാർത്താണ്ഡവർമ്മയുടെ പടത്തലവനായിരുന്നു. അയാൾ CV രാമൻപിള്ളയുടെ നോവലിൽ ഒരു നായരായിരുന്നു. പക്ഷേ ചരിത്രപരമായി അദ്ദേഹം ഒരു നാടാർ സമുദായക്കാരനായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെയാണ്. അപ്പോൾ മിത്തിനെ CV സാഹിത്യത്തിലേക്ക് എടുത്തു, ചരിത്രത്തെ കൂടി എടുത് അതിനെ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തു, ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഒരുപക്ഷെ നമ്മുടെ തിരുവിതാംകൂർ ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണ മൊത്തം മാറ്റിമറിച്ചത് CV ആണ്. CV സൃഷ്ടിച്ച കഥാപാത്രങ്ങളെയാണ് നമ്മൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രമായി മനസ്സിലാക്കുന്നത്. ഞാൻ 21 നോവലിലേക്ക് വരുമ്പോൾ നമുക്ക് ചരിത്രത്തിൻ്റെ ഉപജീവിച്ച് ധാരാളം നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. CV അങ്ങനെ ചരിത്രത്തിന് ഉപജീവിച്ചിട്ടാണ് ഈ 3 നോവലുകൾ ഉണ്ടാക്കിയത്. ഞാൻ ആ നോവലിൽ നിന്ന് ചില ദിവസങ്ങൾ കടമെടുത്തിട്ടാണ് 20ൻ്റെ ഒരു ഭാഗം തുടങ്ങുന്നത്. അതിങ്ങനെയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും മാർത്താണ്ഡവർമ്മയുടെ 2-3 അധ്യായങ്ങൾക്കിടയിൽ ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പുണ്ട്. അത് CV ഫില്ല് ചെയ്യാതെ വിട്ടതാണ്. ആ ദിവസങ്ങളിൽ ഈ മാർത്താണ്ഡവർമ്മ എവിടെയായിരുന്നു? ഈ ഒരു അന്വേഷണത്തിലാണ് എൻ്റെ നോവലിൻ്റെ ചെറിയൊരു ഭാഗം തുടങ്ങുന്നത്. അത് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഭ്രാന്തൻ ചാന്നാൻ എന്നയാൾ ഭ്രാന്തനുമല്ല, ചാന്നാനുമല്ല, ഈ പറഞ്ഞ അനന്തപത്മനാഭനുമല്ല, നായരല്ല, നാടാരുമല്ല. അയാൾ ഈ അഗസ്ത്യകൂട താഴ്വരയിലെ ഒരു കാണിക്കാരനായിരുന്നു. അയാളുടെ പേര് പടനായക മുത്തൻ എന്നായിരുന്നു. നിങ്ങൾ പഴയ തിരുവിതാംകൂർ രേഖകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാർത്താണ്ഡവർമ്മ സ്ഥാനമേറ്റതിനടുത്ത ദിവസങ്ങളിലൊന്നിൽ അദ്ദേഹം പുറപ്പെടുവിച്ചൊരു ചെമ്പ് പട്ടയം ഈ തെക്കൻ തിരുവിതാംകൂറിലെ അഗസ്ത്യകൂട താഴ്വരയിലുള്ള കാണിക്കാർ എന്ന സമുദായത്തിന് 36,000 ഏക്കർ വനഭൂമി കരമൊഴിവാക്കി എഴുതി കൊടുത്ത ഒരു ചെമ്പ് പട്ടയമുണ്ട്. അത് നമ്മുടെ ആർക്കൈവ്സിൽ കിട്ടും. ആ പട്ടയം വെച്ചിട്ട് കാണിക്കാർ ഈ നെയ്യാറ്റിൻകര കോടതിയിൽ ഒരു കേസ് 50കളിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ രേഖകളുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മെ നാടുവാഴിയും സംഘവും ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മെ രക്ഷിച്ച് പാറപ്പൊപ്പിൽ കൊണ്ടുപോയി സംരക്ഷിച്ച് വെച്ചതിന് പ്രതിഫലമായി ഞാൻ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ 36,000 ഏക്കർ വനഭൂമി കാണിക്കാർക്ക് കരമൊഴിവാക്കി എഴുതി കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ചരിത്രത്തിലെ ഒരു രേഖയിലും ഇത് കാണില്ല. നിങ്ങൾ CV-യുടെ നോവലിലും കാണില്ല. കാരണം ഒറ്റയടിക്ക് ഈ ഒരു വംശം, ഈ ഒരു മനുഷ്യർ ചരിത്രത്തിൻ്റെ മറുപാതിയിലേക്ക് തള്ളപ്പെട്ടു. ഒരുപക്ഷെ ഫിക്ഷൻ എഴുത്തുകാരൻ ചെയ്യുന്നത് ചരിത്രത്തിൻ്റെ, സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ, ചരിത്രത്തിലെ ഇത്തരം ഇരുളറകളെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ധർമ്മമാണ് ഇവിടെ നോവലിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിക്ഷൻ എഴുതുന്നവർ, സാഹിത്യം എഴുതുന്നവർ നിർവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ TDയുടെ നോവലിൽ ഫ്രാൻസിസ് എട്ടിക്കോരയിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ചരിത്രം വായിക്കണമെങ്കിൽ ചരിത്ര പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ ഫിക്ഷനാണ് ആവശ്യമെങ്കിൽ നോവൽ വായിക്കണമെന്ന് പറയുന്നതിനെ ഞാൻ തിരുത്തുകയാണ്. നിങ്ങൾക്ക് ചരിത്രം അറിയണമെങ്കിൽ നോവലുകൾ വായിക്കണം. ചരിത്രകാരന്മാരെ പിന്തുടരരുത്. അവർ വെറും വിവരങ്ങളെടുത്ത് അവർക്കറിയാവുന്ന മെത്തഡോളജി ഉപയോഗിച്ച് അവർക്കറിയാനുള്ള ഈ ഡാറ്റകളെ അനലൈസ് ചെയ്ത് വയ്ക്കുന്ന അവരാണ് ചരിത്രകാരന്മാർ. അതേസമയം ഈ കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നത് എങ്ങനെ, അവൻ്റെ വൈകാരിക ജീവിതം എന്തായിരുന്നു, അവൻ്റെ മറ്റ് ജീവിതങ്ങൾ, അവൻ്റെ
എന്താ പറയുന്നത്, അവൻ എങ്ങനെയൊക്കെ കാലം കഴിച്ചു പോയി, അവൻ എന്താണ് പാടിയത്, എന്താണ് ഉൽപ്പാദിപ്പിച്ചത്, എന്താണ് അവൻ കഴിച്ചത്, എങ്ങനെയാണ് അവൻ പ്രണയിച്ചത്, എങ്ങനെയാണ് അവൻ ഇണചേർന്നത്, ഇതൊക്കെ രേഖപ്പെടുത്തുന്ന മനുഷ്യൻ്റെ വൈകാരിക ചരിത്രമാണ് നിങ്ങൾക്കറിയേണ്ടതെങ്കിൽ നിങ്ങൾ നോവൽ വായിക്കണം. അങ്ങനെയാണ് നോവൽ അല്ലെങ്കിൽ ഫിക്ഷൻ ചരിത്രത്തെക്കാൾ കൂടുതൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഫിക്ഷൻ ഈസ് മോർ റിയൽ ദാൻ റിയാലിറ്റി. ഇനി ചരിത്രത്തിൽ ഇത് ഇടപെടുന്നതിലേക്ക് വരട്ടെ, തുടർന്ന് സംസാരിക്കാം. ഷിനിലാൽ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് ഷിനിലാലിൻ്റെ തന്നെ 124 എന്ന നോവലിൽ നമുക്കിങ്ങനെ വായിക്കാം. കാലം ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നത് വാക്കുകളിലൂടെയാണ്. ഓരോ കാലത്തും അതാത് കാലത്തെ അടയാളപ്പെടുത്തുന്ന വാക്കുകൾ ഉയർന്നു വരും. കാലം മാഞ്ഞു പോയാലും ഭാഷയിൽ ആ വാക്കുകൾ മുങ്ങിക്കിടക്കും. എംഡൻ എന്ന ജർമ്മൻ പടക്കപ്പൽ എമണ്ടൻ എന്നും ഗമണ്ടൻ എന്നും കെണ്ടൻ എന്നും പരിണമിച്ച് ഉഗ്രരൂപിയായി മലയാള ഭാഷയിൽ കിടക്കുന്നുണ്ട്. ചേരുചേരാ നയത്തെയും പെരിസ്ട്രോയ്ക്കയും അടക്കം അങ്ങനെയുള്ള വാക്കുകളായി തുടർന്ന് കണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ ചരിത്രം അടയാളപ്പെടുന്നതിൻ്റെ ഒരു ഗുണം അത്തരം ചരിത്ര സ്മാരകങ്ങളെ ആർക്കും പൊളിച്ചു കളയാനാവില്ല എന്നതും, ഒരു ആർക്കിയോളജി വകുപ്പിനും അത്തരം ചരിത്ര സ്മാരകങ്ങളെ ആവശ്യമുള്ള ഘട്ടത്തിൽ കുഴിച്ചെടുക്കാമെന്നും വേണ്ടാത്ത ഘട്ടത്തിൽ കുഴിച്ചെടുക്കണ്ട എന്നും ഒക്കെ തീരുമാനിക്കാനും ഒന്നും സാധിക്കില്ല. കാരണം ഭാഷ അടിമുടി സാമൂഹികമാണ്, അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളത് കൂടിയാണ്. തുടർന്ന് സംസാരിക്കുന്നതിനായി ഡിയുടെയും പേപ്പർ ലോഡ്ജിൻ്റെയും ഒക്കെ കഥാകാരനായ ശ്രീ സുസ്മേഷ് ചന്ദ്രോത്തിനെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. എന്നേക്ക് കൃത്യം 2 വർഷം മുൻപ് ഒരു ഫെബ്രുവരി മാസത്തിൽ ഞാൻ തനിച്ചൊരു യാത്ര നടത്തി. 2 ആഴ്ച 15 ദിവസം നീണ്ടു നിന്ന ആ യാത്ര എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു 10-23 വയസ്സിന് ശേഷം ഞാൻ നടത്തുന്ന ആദ്യത്തെ ഒരു സോളോ ട്രിപ്പായിരുന്നു. അത് എറണാകുളത്ത് നിന്ന് ട്രിച്ചിക്ക് പോയി. ട്രിച്ചിയിൽ നിന്ന് ഞാൻ ബസ്സിന് തഞ്ചാവൂരും ചിദംബരവും പാപനാശവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ഏരിയ കണ്ട് വരാനായി പോയതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഞാൻ 2-3 ദിവസം താമസിച്ചു. എനിക്ക് തോന്നുന്നു ചിദംബരം ക്ഷേത്രത്തിൽ തന്നെ 3 ദിവസം ഞാൻ രാപ്പകൽ, അതായത് അനുവദിക്കപ്പെട്ട സമയം മുഴുവൻ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും. അപ്പം അന്ന് രാജരാജ ചോഴൻ്റെ പൊന്നിയിൻ സെൽവൻ സിനിമയുടെ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയമാണ് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ലൈം ലൈറ്റിലേക്ക് വന്നിട്ടില്ല. അപ്പം അന്ന് ആ രാജവംശത്തിൻ്റെ കീഴപ്പഴയറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആ രാജവംശം ഉണ്ടായിരുന്നതെന്നും അവിടെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചതെന്നുമൊക്കെയുള്ള വാർത്തകൾ കേട്ടിട്ട് എൻ്റെ ഈ യാത്രയ്ക്കകത്ത് ഈ സ്ഥലങ്ങളെല്ലാം വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ പറഞ്ഞത് ഞാനൊരു എഴുത്തുകാരനായിട്ടാണോ ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സഞ്ചാരി എന്നുള്ള നിലയിലാണോ ഈ യാത്ര നടത്തിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷേ എഴുത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെ ഒരു അനുഭവത്തിൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ത്വരയുണ്ട്, അന്വേഷിക്കാനുള്ള ഒരു ത്വര. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് കൃത്യമായ ഉത്തരമില്ല. ഒരു അന്വേഷണമാണത്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങളിലൂടെയും ചരിത്രത്തിൻ്റെ ഓരത്തിലൂടെയുമാണ് ഈ 15 ദിവസവും യാത്ര ചെയ്തത്. ഞാൻ തനിച്ചായിരുന്നു. മിക്കവാറും സ്ഥലങ്ങളിലേക്ക് നടന്നിട്ടാണ് പോയിരുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിൽ ബസ്സിനും ഓട്ടോറിക്ഷ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ യാത്രയിൽ കണ്ടുമുട്ടിയ ഏതാണ്ട് 10,000-ലധികം വർഷം വരുന്ന വലിയ എടുപ്പുകളൊക്കെ തന്നെ എന്നോട് സംസാരിച്ചത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ നമ്മൾ ലിറ്ററേച്ചറിൽ ചെയ്തു വയ്ക്കുന്ന കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ മറ്റൊരാൾ മറ്റൊരു വിധത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന എങ്ങനെയാണ് എന്നുള്ള ഒരു തുല്യ വിചാരത്തെ, ഒരു മൂല്യവിചാരത്തെ ആണ്. അതായത് അന്നത്തെ കാലത്ത് പണിതു വെച്ച വലിയ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ തന്നെ ഒരാളുടെ സൃഷ്ടിയല്ല. നമുക്കാർക്കും അറിഞ്ഞുകൂടാത്ത 10,000-കണക്കിന് ആളുകൾ വളരെ തുച്ഛമായ വേതനത്തിന്, ഒരുപക്ഷെ വേതനമില്ലാതെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വന്തം ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിൽ ഈ എടുപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ കാലം മുന്നോട്ട് പോയി 10,000-കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൽ പലതും മണ്ണ് വന്ന് മൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭൂമി കുഴിച്ചിട്ടാണ് ഇതിൻ്റെ ഈ അടിത്തറ നമുക്ക് കാണാവുന്ന വിധത്തിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു
20 അടിയോളമൊക്കെ മണ്ണ് വന്ന് സമതലം ഉയർന്നു വന്നിരിക്കുന്നു. ഈ ചരിത്രത്തിൻ്റെ ഒരു അടയാളം താഴേക്ക് പോകുന്നു. അപ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരനായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ ഇതിനെല്ലാം നോക്കിക്കാണുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ. കാരണം ഒരു ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകൾ എത്രയോ കാലം കൊണ്ട് പണിതുണ്ടാക്കിയ സ്മാരകങ്ങൾക്ക് ഒരു വിലയുമില്ലാതായി പോകുന്നത് നമ്മൾ കാണുന്നു. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ നമുക്ക് കാണാം, അതല്ല ഇനാമൽ പെയിൻ്റ് അടിച്ച് വികൃതമാക്കുന്നതും ആ മതിൽക്കെട്ടിനോട് ചേർന്ന് പുതിയ ഓലപ്പുരകൾ ഉണ്ടാക്കുന്നതോ പന്തലുകൾ പണിയുന്നതോ അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുള്ള സൗകര്യത്തിന് വേണ്ടി ആസ്പെറ്റോസ് ഇട്ടിട്ട് അതിന് മറ്റെടുപ്പുകൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണാം. ഞാനിത് ലിറ്ററേച്ചറിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നുള്ളത് ഇതൊക്കെ കണ്ടു നടന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ്. നമ്മൾ എഴുതുമ്പോൾ ആവിഷ്കരിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ കാണുന്ന അറിയുന്ന റിയാലിറ്റിയും നമ്മുടെ അറിവും ഒപ്പം നമ്മുടെ ഭാവനയും ഭാഷയും തമ്മിൽ ചേരുന്നത് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അധ്യാപകനല്ല, ഒരു പണ്ഡിതനല്ല, ചരിത്രകാരനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തിൻ്റെ ഒരു തിയറികളും അറിയില്ലാത്ത ഒരാളാണ്. എഴുതാൻ തോന്നുന്നത് അപ്പോൾ തോന്നുന്ന ഫോമിൽ എഴുതുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. പക്ഷേ ഈ 2 ആഴ്ച നീണ്ടു നിന്ന യാത്രയ്ക്ക് ശേഷം ഞാൻ കണ്ട എല്ലാ ചരിത്ര സ്മാരകങ്ങളും എന്നോട് പറഞ്ഞത് അതിൻ്റെ ഭീമാകാരമാർന്ന വലുപ്പത്തെക്കുറിച്ചിട്ടാണ്. മനുഷ്യസാധ്യമല്ലാത്ത വിധത്തിലുള്ള അതിൻ്റെ ആ വലിപ്പം എന്നെ ഭയപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അതുമാത്രമല്ല, ഞാൻ ഏർപ്പെടുന്ന മേഖലയിൽ, എൻ്റെ കർമ്മ മേഖലയിൽ ഞാൻ ചെയ്യുന്ന എഴുത്ത് എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു വിചിന്തനത്തിന് അതെന്നെ സഹായിച്ചു. അതായത് ഭൂകമ്പങ്ങൾ വന്നിട്ടും വലിയ പേമാരികൾ വന്നിട്ടും നശിച്ചു പോകാത്ത കാലങ്ങളെ മറികടന്ന് നിൽക്കുന്ന ഈ എടുപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ചരിത്രരചനയാണോ നടത്തിയത്, കലാസൃഷ്ടിയാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല. ഈ വലിയ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളുമൊക്കെ ഗോപുരങ്ങളൊക്കെ വാസ്തവത്തിൽ കലാസൃഷ്ടികളാണ്. അത് അവരുടെ അധികാരത്തിൻ്റെ ഭാഗമായിരുന്നു, അതിൻ്റെയൊക്കെ വലിയ ഒരു വിഷയമാണ്. പക്ഷേ ആ കലാസൃഷ്ടികൾ പോലെയൊന്നും ഉണ്ടാക്കാൻ എന്നെപ്പോലുള്ള നിസ്സാരക്കാരനായ ഒരു മനുഷ്യനെ സാധിക്കുന്നുണ്ടോ? എൻ്റെ ചെറിയ ഭാഷയിൽ ഞാൻ എഴുതുന്ന ശ്രമങ്ങൾ എത്ര കാലത്തേക്ക് നിൽക്കും എന്നെല്ലാം വിധത്തിലുള്ള ഉത്കണ്ഠകൾ, അന്വേഷണങ്ങളാണ് ഇത് എനിക്ക് സമ്മാനിച്ചത്. അതിൻ്റെ ഒരു അനുഭവം, ഒരു ചരിത്ര അനുഭവം അല്ലെങ്കിൽ പശ്ചാത്തലം എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ തർക്ക വിഷയമായിരുന്നു തിയറിസ്റ്റുകൾക്കിടയിൽ പോലും. അതായത് ആർട്ടാണോ സയൻസാണോ ഈ ചരിത്രം എന്നുള്ള കാര്യത്തിലുള്ള ഒരു തർക്കം എനിക്കൊന്ന് 19ാം നൂറ്റാണ്ടിലൊക്കെ അത് നിലനിന്നിട്ടുണ്ട്. മാത്രവുമല്ല ഹിസ്റ്ററി തന്നെ പലതരത്തിൽ, സൈക്കോ ഹിസ്റ്ററിയും സോഷ്യൽ ഹിസ്റ്ററിയും ഒക്കെ ആയിട്ട് പല ശാഖകളായി ഹിസ്റ്ററി തന്നെ പിരിഞ്ഞു പോയി കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻപുണ്ടായിരുന്ന ചരിത്ര നിർമ്മിതിയുടെ രീതികളിൽ നിന്ന് ചരിത്രകാരന്മാർ തന്നെ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആധുനിക ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന മാതൃകകൾ അവർ സമൂഹത്തിൽ നിന്നും ഭൂതകാലത്തിൽ നിന്നും ശേഖരിച്ചെടുക്കുന്ന വിവരങ്ങൾ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ അവരെ കൊണ്ട് നിർമ്മിച്ചെടുക്കുന്നത് ചരിത്രത്തിൻ്റെ പുതിയ പുതിയ സാധ്യതകളാണ്. അത് ഇന്ന് ഈ സ്പെഷ്യലൈസേഷൻ്റെ ഒരു കാലത്ത് അതിനൊരു പുതുമയില്ലെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇത് ഫിക്ഷനിൽ ഇങ്ങനെയൊന്നില്ല. ഫിക്ഷനിൽ ഈ മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ ഫോമുകൾ അല്ലെങ്കിൽ പുതിയ ക്രാഫ്റ്റുകളൊക്കെ പരീക്ഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അത് ശാഖകളായിട്ട് പിരിഞ്ഞു പോകുന്നില്ല. സാഹിത്യത്തിൽ എല്ലാ കാലത്തും ഉള്ളത് കഥയും നോവലും നാടകവും പോലെയുള്ള നമുക്ക് സുപരിചിതമായ ശാഖകൾ മാത്രമാണ്. പക്ഷേ ചരിത്രം അല്ലെങ്കിൽ ചരിത്രം പോലെയുള്ള സയൻസിൻ്റെ ഇതര മേഖലകൾ നാളുകൾ പിന്നിടും തോറും ഗവേഷണത്തിലൂടെയും അന്വേഷണത്തിലൂടെയും കണ്ടെത്തുന്ന ഭാഗങ്ങളെ വിഭാഗീകരിക്കാൻ കഴിയുന്നത്ര ശക്തമായിട്ടുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഫിക്ഷനിൽ അത് ഉണ്ടാവുന്നില്ല. അപ്പോൾ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ആധാരമാക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങളെയാണോ ഭാവനയാണോ അത് വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഉദാഹരണത്തിന് ചരിത്രകാരനായിരുന്ന ഒരു ചൈനീസ് റൈറ്റർ സൈമൺ ലെയ്സ്, അദ്ദേഹത്തിൻ്റെ ദ ഡെത്ത് ഓഫ് നെപ്പോളിയൻ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുള്ള ആളുകളായിരിക്കും. ചെറിയൊരു പുസ്തകം ഈ ഭാവനയുടെ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ വലിയ ഒരു അട്ടിമറിയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പുസ്തകം ആണ്. നെപ്പോളിയൻ്റെ രക്ഷപ്പെടലാണ് ആ പുസ്തകത്തിൻ്റെ പ്രമേയം. വാസ്തവത്തിൽ നെപ്പോളിയൻ അങ്ങനെ രക്ഷപ്പെട്ടിരുന്നു. ആൾമാറാട്ടം നടത്തി കപ്പലിൽ രക്ഷപ്പെട്ടു വരികയും ഒരു സ്ഥലത്ത് ഒളിച്ച് താമസിക്കുകയും ചെയ്ത് മറ്റൊരു യുദ്ധത്തിന് അദ്ദേഹം തയ്യാറെടുപ്പുകൾ രഹസ്യമായി നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ വസ്തുതകളെ നമുക്ക് ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ, ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരുപക്ഷെ ഖണ്ഡിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഫിക്ഷൻ്റെ വെളിച്ചത്തിൽ, എഴുത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെ അംഗീകരിക്കാനേ നമുക്ക് കഴിയൂ. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് എഴുത്തുകാർ. അതുകൊണ്ടാണ് എഴുത്ത് ഫിക്ഷനല്ല ഇപ്പോഴും നിങ്ങളെ വിഭ്രമിപ്പിക്കുന്നത്. അത് ശാസ്ത്രശാഖകളുടെ, ചരിത്രത്തിൻ്റെ, ഗണിതത്തിൻ്റെ ഭ്രമാത്മക ഭാവനകളുടെ ഒക്കെ പിൻബലം അതിനുണ്ടായിരിക്കാം.
പക്ഷെ അത് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ സ്വതസിദ്ധമായ ഭാഷയിലൂടെ അത് അനുവാചകൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് ഇതിനെല്ലാം അട്ടിമറിക്കുന്ന മറിച്ചൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഞാൻ തമിഴ്നാട്ടിൽ സഞ്ചരിച്ച സമയത്ത് 2 ആഴ്ചക്കാലം കണ്ട ബഹുരൂപികളായ അല്ലെങ്കിൽ അത്രയധികം ഉയരത്തിലുള്ള വലുപ്പമുള്ള കെട്ടിടങ്ങളൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചത് അതാണ്. എൻ്റെ തന്നെ ഒരുപക്ഷെ ജീവിതത്തെ അതെന്നെ സഹായിച്ചു എന്നുള്ള. അപ്പോൾ അത് തിരിച്ചറിയാതെ അതിൻ്റെ ചുവട്ടിലൂടെ പശുവിനെ തെളിച്ചും കടല വിൽക്കാനായിട്ടും മറ്റ് കച്ചവടങ്ങൾക്കായിട്ടും പോകുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുണ്ട്. അവർ ഈ ചരിത്രത്തിൻ്റെ സാന്നിധ്യം വിസ്മരിക്കുകയാണ്, അതിനെ ശ്രദ്ധിക്കുന്നില്ല. ഇതേ അവസ്ഥ ഫിക്ഷനിലുണ്ട്. പുസ്തകത്തിൻ്റെ വിൽപ്പന നടക്കുന്ന പുസ്തകശാലകൾ നിറയുണ്ട്. അതിനെ ശ്രദ്ധിക്കാതെ, അതവിടെ ഉണ്ടെന്ന് പോലും അറിയാതെ, ഓർമ്മിക്കാതെ അതിൻ്റെ പരിസരത്തൂടെ, അതിൻ്റെ ചുറ്റിലൂടെ ധാരാളം ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഏത് വിധത്തിലാണ് ഇത് ഇൻട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിസ്മയം നിറഞ്ഞ ഒരു അന്വേഷണം മാത്രമാണ്. ആ അന്വേഷണത്തിൽ നിന്ന് ഞാൻ ഉത്കണ്ഠപ്പെടുന്നില്ലാത്തത് ഞാൻ മുമ്പ് പറഞ്ഞാൽ തോന്നുന്നത് എഴുതുന്ന ഒരാളാണ് എൻ്റെ ഒരു എഴുത്ത് ശൈലി. അതുകൊണ്ട് ഞാൻ നിയതമായ ഒരു ക്രാഫ്റ്റോ നിയതമായ ഒരു സ്ട്രക്ചറോ നിയതമായ അല്ലെങ്കിൽ ഒരു സ്ഥിരം വിഷയങ്ങളോ സ്ഥിരം പാറ്റേണുകളോ ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ തോന്നുന്നതിനെ എഴുത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അതിനെന്നെ സഹായിക്കുന്നുണ്ട് ചരിത്രം. പക്ഷെ ഞാൻ അത് അല്ല എല്ലായ്പ്പോഴും ആധാരമാക്കുന്നത്. ചരിത്രമായാലും സാഹിത്യമായാലും അത് ആഖ്യാനം തന്നെയാണെന്നും ചരിത്രത്തിൽ കഥയും കഥയിൽ ചരിത്രവും ഉണ്ട് എന്നെന്നുമുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഇന്ന് വലിയ സംശയങ്ങൾ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഷിൻലാലിൻ്റെ 124 എന്ന് പറയുന്ന നോവലിൽ കുറച്ച് ചരിത്രം തീർച്ചയായിട്ടും നമുക്കറിയാം, ഭൂതകാലത്തിൻ്റെ രേഖപ്പെടുത്തൽ മാത്രമല്ല, അത് സമീപ ഭൂതകാലത്തെയും കൂടി തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് വളരെ നിർദോഷം എന്ന് തോന്നാവുന്ന ഒരു തീരുമാനം, സിനിമാ ശാലകളിൽ ദേശീയ ഗാനം ആലപിക്കണം എന്ന തീരുമാനത്തെക്കുറിച്ച് നമുക്കൊക്കെ എന്താ കുഴപ്പം എന്ന് തീർച്ചയായും തോന്നാം. പക്ഷേ അത്തരം അവസരത്തിൽ ചില ബോധ്യങ്ങളുടെ പേരിൽ എഴുന്നേറ്റ് നിൽക്കാത്തവരും എഴുന്നേറ്റ് നിൽക്കുന്നവരും എന്ന് സിനിമാശാലയിൽ പോയ ആളുകൾ രണ്ടായി വേർതിരിക്കപ്പെടുകയും എഴുന്നേറ്റ് നിൽക്കാത്ത ആളുകൾ രാജ്യശത്രുക്കളായി വീക്ഷിക്കപ്പെടുന്നതിൻ്റെ ഭീതിയിൽ അകപ്പെടുകയും ഒക്കെ ചെയ്ത ആ ഭീതിയുടെ അന്തരീക്ഷത്തെ അടയാളപ്പെടുത്താൻ വാക്കുകൾക്കല്ലാതെ മറ്റെന്തിനാണ് സാധിക്കുക എന്ന ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. അത്തരത്തിൽ വാക്കുകളെ ആഖ്യാനം ചെയ്യാൻ ചെറിയ ധൈര്യവും പോരാ, അസാമാന്യമായ ധൈര്യം തന്നെ വേണം ചരിത്രത്തിൽ ഇടപെടാൻ. ചരിത്രത്തെ അടയാളപ്പെടുത്താനോ ചരിത്രത്തെ മഹിതഭൂതകാലങ്ങളെ ഭാവന ചെയ്യാനോ ഒന്നും ആവശ്യമായത്ര ധൈര്യം പോരാ തീർച്ചയായും ചരിത്രത്തിൽ ഇടപെടാൻ. ആ ഒരു ധൈര്യം കൂടിയാണ് നോവൽ ചരിത്രത്തിൽ ഇടപെടുമ്പോൾ സംഭവിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികയിലൂടെ ശ്രീലങ്കൻ വംശീയ യുദ്ധത്തിൻ്റെ ചരിത്രത്തെയും ഈദി അമീനെ പോലെയുള്ള ഒരു സ്വേച്ഛാധിപതിയുടെ ചരിത്രത്തെ മാമ ആഫ്രിക്കയിലൂടെയും കാശ്മീരിൽ സംഭവിക്കുന്നതിനെ പച്ച ചുവപ്പ് എന്ന നോവലിലൂടെയും ഒക്കെ ആവിഷ്കരിച്ച ടി ഡി രാമകൃഷ്ണൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഷിനിലാലും സുസ്മേഷും ഒക്കെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. ഷിനി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിയോജിപ്പ് എന്ന് പറഞ്ഞ വാസ്തവത്തിൽ യോജിപ്പ് തന്നെയാണ് പറയുന്നത്. പുറത്താക്കപ്പെട്ടവരുടെ ചരിത്രം തന്നെയാണ് ഷിനിലാലും പറയാൻ ശ്രമിക്കുന്നതും പറയുന്നതും. ഇരുവിലാണെങ്കിലും ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് അധികാരത്തിൻ്റെ താല്പര്യങ്ങൾ കാരണം പുറത്തു പോയവരുടെ ചരിത്രമാണ് ഞങ്ങൾക്ക് പറയാൻ ശ്രമിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ വളരെ നമ്മളെ നടുക്കുന്ന ചില കാലത്തിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. നേരത്തെ സുസ്മേഷ് പറഞ്ഞ പോലെ യാത്രകൾ നമ്മളെ നിരന്തരമായി നവീകരിക്കും. ഞാൻ ഒരു തീവണ്ടി തൊഴിലാളിയായിട്ട് റെയിൽവേ ജോലിയിൽ നിരന്തരമായി യാത്ര ചെയ്തിരുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ സ്വയം
മാറുന്ന കാഴ്ചകളിൽ കൂടി, അത് നിർമ്മിതികളാവാം, മനുഷ്യരാവാം, വ്യത്യസ്തമായ ജീവിതാവസ്ഥകളാവാം കൂടി മാറും. ഈ മാറ്റങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ കാലത്തിനോട് സർഗാത്മകമായി കലഹിക്കാനുള്ള ഒരു ധൈര്യവും അല്ലെങ്കിൽ കലഹിക്കാനുള്ള ഒരു ശേഷിയുമൊക്കെ നേടുന്നത്. ഞാൻ എഴുതിയപ്പോൾ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകിയാണെങ്കിലോ മാമാഫ്രിക്കയാണെങ്കിലും എൻ്റെ ഏത് രചനയാണെങ്കിലും ചിലപ്പോൾ എഴുതിയേക്കുന്ന വേറെ ചില രാജ്യങ്ങളിലൊക്കെ പശ്ചാത്തലത്തിലായിരിക്കാം. ഇപ്പോൾ 2014 സുഗന്ധി പുറത്തു വരുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ 2014 പ്രാധാന്യം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ശ്രീലങ്ക ഒരു കണ്ണാടിയാണ്, അതിൽ നോക്കിയാൽ ഇന്ത്യയെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന പല ഭാഗങ്ങളും അതിനകത്തും. ഫാസിസം പുതിയ കാലത്ത് കടന്നു വരുന്നതിന് ജനാധിപത്യത്തിൻ്റെയും വികസനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ വേഷങ്ങൾ കടന്നു വരുന്നതിനെപ്പറ്റി മഹീന്ദ രാജപക്ഷ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ പശ്ചാത്തലത്തിലാണ് സുഗന്ധിയിൽ പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാനുള്ള പല പഴുതുകളും അല്ലെങ്കിൽ സാധ്യതകളും തുറന്നിട്ടുകൊണ്ട് തന്നെയാണ്. ചില സമയത്ത് വളരെ സമകാലികം, ഷിൻലാലിൻ്റെ പുസ്തകത്തിനെ പറ്റി പ്രിയ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സമകാലികമായി നമ്മുടെ സമൂഹത്തെ നടുക്കുന്ന ചില കാര്യങ്ങളെ രേഖപ്പെടുത്താനും ഞാൻ അന്തർബദിരർ മൂഗർ എന്നുള്ള നോവൽ, ഇപ്പം നേരത്തെ പ്രിയ പറഞ്ഞ് തെറ്റിപ്പോയി, പച്ചാമഞ്ചാ ചുവപ്പല്ല, അന്തർബദിരർ മൂഗർ എന്ന് പറയുന്ന നോവൽ കാശ്മീരിൻ്റെ സംസ്ഥാന പദവി റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ്. ഞാനൊരു ദിവസമല്ലേ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഉള്ള ആഗസ്റ്റ് 15 നമ്മുടെ തലസ്ഥാനത്ത് വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ടെലിവിഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യം മൊത്തം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. വലിയ പ്രസംഗങ്ങൾ, പതാക ഉയർത്തുന്നു, ഒക്കെ ഇതിനോട് നമുക്ക് വിയോജിപ്പുണ്ടായിട്ടല്ലോ, ഒക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു ഭാഗത്തെ ജനങ്ങൾ എല്ലാ തരത്തിലും അവർക്ക് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും അനുവദിക്കാതെ വലിയൊരു വിഭാഗം പട്ടാളത്തെ ആ പ്രദേശത്ത് ഇറക്കിക്കൊണ്ട് അവരെ അന്ധരും ബധിരരും മൂകരുമാക്കിയ ഒരു കാലത്തിനോടുള്ള പ്രതികരണമായിരുന്നു. നമുക്ക് അത്ര ഇന്ത്യൻ സാഹചര്യത്തിൽ അത്തരത്തിലുള്ളൊരു പുസ്തകം എഴുതുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. വളരെ സങ്കീർണമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന കാര്യമാണ്. ഞാൻ അതിൻ്റെ മറ്റ് വശങ്ങളല്ല ചിന്തിച്ചത്. അവിടെ ജീവിക്കുന്ന ഒരാൾ, നമ്മളെപ്പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാൾ, അവരെങ്ങനെയായിരിക്കും ഈ രാജ്യത്തിനെ കാണുന്നത്? എല്ലാവരും സ്വാതന്ത്ര്യം ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. ഇവർക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സ്വാതന്ത്ര്യമില്ല, ഒരു ടെലിഫോൺ ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല, അവർക്ക് ഇൻ്റർനെറ്റ് വഴി ലോകമായിട്ട് ബന്ധപ്പെടാനുള്ള സ്വാതന്ത്ര്യമില്ല. പൂർണ്ണമായിട്ടും അന്ധരും ബധിരരും മൂകരുമാക്കപ്പെട്ടൊരു ജനതയുടെ കഥ. അത് എഴുതുന്നതും ചരിത്രത്തിൽ നമ്മൾ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. നോവൽ എന്ന സാഹിത്യ രൂപം നൽകുന്ന വലിയൊരു സാധ്യതയുണ്ട് നമ്മൾ. എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു മീഡിയമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത്ര സമഗ്രമായിട്ടും അതേസമയം സൂക്ഷ്മമായിട്ടും സർഗാത്മകമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയൊരു പോസിബിലിറ്റീസാണ് ചരിത്രം നമ്മുടെ മുമ്പിൽ നൽകുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിരന്തരമായി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് ചരിത്രം മാറിയിരിക്കുകയാണ്. നിരന്തരമായിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും. ഒരു രാജ്യത്ത് ഇപ്പോൾ സുഗന്ധിയിൽ പറയുന്നുണ്ട് ആർക്കിയോളജി എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കൃത്രിമമായ തെളിവുകളുണ്ടാക്കി ജാഫ്നയും മറ്റുള്ള പ്രദേശങ്ങളും ഒക്കെ സിംഹള ജനത താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനെ പറ്റി സുഗന്ധിയിൽ പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് ശ്രീലങ്കയെപ്പറ്റി പറയുന്നത്. ശ്രീലങ്കയെപ്പറ്റി മാത്രമല്ല, മറ്റ് പല സ്ഥലത്തും ഇത്തരം എക്സ്കവേഷൻസ് നടത്തുന്നതും പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തുന്നതും ഒരു ലജ്ജയുമില്ലാതെ മാനിപ്പുലേഷൻസിൻ്റെ കൂട്ടാളികളായിട്ട് നിൽക്കുന്ന ആളുകളെയുമൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനത്തെ കാലത്ത് സമൂഹത്തിനോട് ചില യാഥാർത്ഥ്യങ്ങൾ
പറയാനുള്ള ഒരു ഉത്തരവാദിത്വം എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്ര എളുപ്പമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം ഇപ്പോൾ നേരത്തെ പ്രിയ സൂചിപ്പിച്ചൊരു കാര്യമാണ്. പുസ്തകങ്ങളിൽ എഴുതി വയ്ക്കുന്ന പലതരത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് ഞാൻ എൻ്റെ പുസ്തകങ്ങളെ സംവാദങ്ങൾക്കുള്ള ഭൂമികയായിട്ട് കാണുന്നു. എൻ്റേതായിട്ട് തീർപ്പുകൾ അല്ല, എൻ്റെ മാത്രം ശരികളുമല്ല. പക്ഷേ അത്തരം സംവാദങ്ങൾക്ക് എപ്പോഴും കാലത്തിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു നിർമ്മിതി നിങ്ങൾക്ക് തകർക്കാം, ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ച് തകർത്ത് ചരിത്രത്തെ മാറ്റി തീർക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു പുസ്തകത്തിനെ നിങ്ങൾക്ക് കത്തിച്ച് കളഞ്ഞാൽ കൂടെ ഇത് വായിച്ചു കഴിഞ്ഞവൻ്റെയൊക്കെ മനസ്സിൽ ഇത് മായ്ച്ച് കളയുക എളുപ്പമല്ല എന്ന്. അതുകൊണ്ടുള്ള ചെറിയ തോതിലുള്ള ഇടപെടലുകൾ ഞങ്ങളെപ്പോലെ ഉള്ള എഴുത്തുകാരെ കൊണ്ട് അത്രേ സാധിക്കുള്ളൂ. എഴുത്തുകാരന് സാധിക്കുന്നത് കഥ പറയുകയാണ്. ആ കഥ പറയുന്നത് വെറും കഥ പറയുകയല്ല, കാലത്തിനോട് സർഗാത്മകമായി കലഹിച്ചുകൊണ്ട് അതിനെ പുനർനവീകരിക്കാനുള്ള എളിയ ശ്രമങ്ങളാണ്. ആ ശ്രമങ്ങൾ തോറ്റുപോവാം, വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടൊന്നും ചെയ്യുന്നതല്ല. പക്ഷേ ആ ശ്രമങ്ങൾക്ക് എപ്പോഴും ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയാത്തത്ര ഒരു ഇടം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ അങ്ങനെ പല രീതിയിൽ പല വഴിയിൽ കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കും. വന്നുപോയ നാക്കുവഴിയിൽ ക്ഷമിക്കണം. അന്തർ ബദിരർ മൂഗറിലൂടെ നമ്മൾ കാശ്മീരിൽ ഇൻ്റർനെറ്റ് മുഴുവൻ വിച്ഛേദിച്ച യാതൊരു ആശയവിനിമയ സങ്കേതങ്ങളും ഇല്ലാതെ കഴിയുന്ന ഒരു ജനതയുടെ വിഹ്വലതകൾ എത്രയാണ് എന്ന് എത്ര സത്യാനന്തര ശൈലിയിലല്ല, സത്യത്തോടെ എത്രയും അടുത്ത് നിൽക്കുന്ന ശൈലിയിൽ എഴുതപ്പെട്ട ഒരു വാർത്ത വായിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളെ അനുഭവിപ്പിച്ച നോവലാണ് അന്തർ ബദിരർ മൂഗർ. തീർച്ചയായും അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഖ്യധാര രാഷ്ട്രീയക്കാരും പുരോഹിതരുമൊക്കെ പല അത്താഴ വിരുന്നുകളിലും പങ്കെടുക്കുമ്പോഴും എഴുത്തുകാരും അങ്ങനെ, അല്ലെങ്കിൽ എഴുത്തുകാരെ അങ്ങനെ ക്ഷണിക്കുന്നത് പോലുമില്ല. കാരണം അങ്ങനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ എഴുത്തുകാർക്ക് എഴുത്തുകാരല്ലാതാവേണ്ടി വരും. അങ്ങനെ എഴുത്തുകാരല്ലാതായി തീരാൻ, എഴുതാതെ ജീവിക്കാൻ പറ്റുന്നവരല്ല നമ്മളോടൊപ്പമുള്ള ഈ നോവലിസ്റ്റുകൾ ആരും തന്നെ എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുതന്നെയാണ് സമ്പർക്കക്രാന്തിയിലാണെങ്കിലും എങ്ങനെയാണ് അധികാരം പ്രവർത്തിക്കുന്നത് എന്ന്, അധികാരത്തിന് എങ്ങനെയാണ് ചിങ്കടികൾ ഉണ്ടാവുന്നത് എന്ന്, അധികാരത്തിന് എങ്ങനെയാണ് ആചാര സംരക്ഷകരുണ്ടാവുന്നത് എന്നൊക്കെ സമ്പർക്കക്രാന്തിയിൽ നമ്മൾ ഇതേപോലെ വായിച്ച് അനുഭവിച്ചതാണ്. ശ്രീ വി ഷിനിലാലിനെ തുടർന്ന് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. സാറ് സൂചിപ്പിച്ചെടുത്ത് തന്നെ തുടങ്ങാം. സത്യത്തിൽ സാഹിത്യം നിങ്ങളോട് നേരിട്ട് വിവരങ്ങളല്ല തരുന്നത്, അത് സത്യത്തിനെ ഒരു കണ്ണാടിയിൽ പ്രതിഫലിപ്പിച്ച് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമല്ല, അത് സത്യമല്ലേ എന്ന് ചോദിച്ചാൽ അത് സത്യവുമാണ്. കാരണം അത് ഒരുപക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ, കൂടുതൽ വിശാലമായി വലുതാക്കി കാണിച്ചു തരാൻ ഈ കണ്ണാടിക്ക് കഴിയും. അങ്ങനെ ചെയ്യുന്ന എഴുത്തുകാരാണ് ചരിത്രത്തിൽ ഇടപെടുന്നത്. ഒരുപക്ഷെ എല്ലാ എഴുത്തുകാരും അറിഞ്ഞും അറിയാതെയും വാക്കുകൾ കൊണ്ടും സംഭവങ്ങൾ കൊണ്ടും ഒക്കെ, അല്ലെങ്കിൽ പല രീതിയിൽ അവരുടെ സാഹിത്യത്തിൽ കാലത്തെ അടയാളപ്പെടുത്തി പോകുന്നുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇടപെടുന്ന, ചരിത്രത്തോട് കലയിക്കുന്ന, വർത്തമാനത്തോട് അക്രമാത്മകമായി പൊരുതുന്ന ഒരു എഴുത്തുകാരനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾ 2 എഴുത്തുകാരെ എടുക്കുക, ഇതിലാരാണ് ഈ കാലത്ത് കൊല്ലപ്പെടാൻ സാധ്യതയുള്ളത്? സാറിൻ്റെ വൈഫ് അവിടെ നിന്ന് പേടിച്ച് ചിരിക്കുകയാണ്. ആ എഴുത്തുകാരനാണ് ഈ കാലത്തെ അടയാളപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾ 2 എഴുത്തുകാരെ കാണുമ്പോൾ ഈ മുഖത്തെടുത്ത് നോക്കിയതിൽ ആരെ നെഞ്ചിലേക്കാണ് ഒരു വെടിയുണ്ട ചൂണ്ടിയിരിക്കുന്നത് ഓർമ്മിക്കുക, അയാളാണ് ഈ കാലത്തെ എഴുത്തുകാരൻ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ത്യ എന്നെഴുതുന്നതിന് പകരം ശ്രീലങ്ക എന്നെഴുതിയിട്ട് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി കൊണ്ട് ഇന്ത്യയെ കാണിച്ചു തരുന്നത്. ഇനി നേരത്തെ എംഡൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നമ്മുടെ സമകാലിക നോവലുകളിൽ എംഡൻ കടന്നു വന്നതിനെക്കുറിച്ച് പറയാം. അതായത് എസ് ഹരീഷിൻ്റെ മീശയിൽ എംഡൻ അവസാനം കടന്നു വരുന്നുണ്ട്, ഒരു എംഡൻ എന്നുള്ള കപ്പൽ. ഇത് 1-ാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയുടെ ഈ പടക്കപ്പൽ നമ്മുടെ ഈ ശംഖുമുഖത്തിന് താഴെയുള്ള കടൽ വഴി മദ്രാസിലേക്ക് പോയതായിട്ടാണ് ചരിത്രം.
ഇത് മദ്രാസിൽ ചെന്നിട്ട് മദ്രാസ് നഗരത്തിലേക്ക് കുറേ പീരങ്കി ഉണ്ടകൾ പായിച്ചുവെന്നും അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അത് പഴയ ആർക്കൈവ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ദേവദാസിൻ്റെ നോവലിൽ, ഏത് നോവലിൽ ഞാൻ മറന്നുപോയി, ദേവദാസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹരീഷ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രണ്ടും ചരിത്രത്തിലും ഉള്ളതാണ്. ഈ എംഡൻ കാലക്രമത്തിൽ അന്ന് ഭീതമായ ഒരു വാക്കായി പിന്നീട് നമ്മുടെ ഭാഷയിൽ നമ്മൾ എംഡന് കപ്പലിനെ മറന്നു, ഒന്നാം ലോക മഹായുദ്ധം മറന്നു, ഇതുവഴി വന്ന കപ്പലിനെ മറന്നു, അതിനകത്ത് ചെമ്പകരാമൻ പിള്ള ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ മറന്നു. പക്ഷേ ഗമണ്ടൻ എന്നൊക്കെ ഉള്ള വാക്ക് ചെറിയ രൂപാന്തരം സംഭവിച്ച് നമ്മുടെ ഭാഷയിൽ കിടപ്പുണ്ട്. ഇനി ഞാൻ എൻ്റെ നോവലിലേക്ക് ഇത് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചതില്ല, കാരണം ആൾറെഡി എൻ്റെ സമകാലികർ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിക്കാൻ നിർബന്ധിതനായ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ 21 നോവൽ എഴുതാനുള്ള പലതരം അന്വേഷണങ്ങൾക്കിടയിൽ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന അറബിക്കടൽ വഴി കപ്പൽ കടന്നു പോകും എന്ന് പേടിച്ചിട്ട് തിരുവനന്തപുരത്തുള്ള വലിയ പ്രമാണിമാർ ഇവിടെ കിടങ്ങുകൾ ഉണ്ടാക്കിയിരുന്നു. ഈ പ്രദേശത്തെ പല സ്ഥലങ്ങളിലും കിടങ്ങുകൾ ഉണ്ടാക്കി, അഥവാ ഈ കപ്പൽ വരുന്ന ദിവസം നോക്കി ഒളിച്ചിരിക്കാൻ വേണ്ടി. ഈ കിടങ്ങ് പണിയാൻ വേണ്ടി വന്ന മനുഷ്യൻ്റെ ഒരു 3-ാം തലമുറയിൽപ്പെട്ട ഒരാളാണ് എനിക്ക് പറഞ്ഞു തന്നത്, എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ എന്തോ ഒരു യുദ്ധകാലത്ത് ഇതുവഴി ഒരു കപ്പൽ വരുമെന്നും ആ കപ്പൽ വെടിയുണ്ട അല്ലെങ്കിൽ ബോംബ് വർഷിക്കുമെന്ന് അറിഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള മുതലാളിമാർ ഇങ്ങനെ കിടങ്ങുണ്ടാക്കാൻ പോയപ്പോൾ എൻ്റെ അപ്പൂപ്പനാണ് പോയി കിടങ്ങെടുത്തതെന്ന് പറഞ്ഞു. ഇത് ചരിത്രത്തിൻ്റെ മറ്റൊരു വശമാണ്. നമ്മൾ എംഡൻ വന്നതും ഒക്കെ നമുക്കറിയാവൂ. ഇതിൻ്റെ അപ്പുറത്ത് ഒരുപക്ഷെ കിടങ്ങെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ബോംബ് വീണെങ്കിൽ മരിക്കേണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയൊക്കെയോ അങ്ങനെ ഞാൻ നിർബന്ധിതനായതാണ് ആ നോവലിനകത്ത് എംഡൻ കടന്നു വന്നത്. ഇനി പ്രധാനപ്പെട്ട 3 നോവലുകളിൽ നമ്മുടെ 2-ാം ലോക മഹായുദ്ധം കടന്നു വരുന്ന രംഗങ്ങളെ ഞാൻ പറഞ്ഞുതരാം. അതൊരു പക്ഷേ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടില്ല, അയാൾക്ക് രേഖപ്പെടുത്താനാവില്ല. അങ്ങനെയാണ് ചരിത്രകാരനും എഴുത്തുകാരനും വ്യത്യസ്തനായിരിക്കുന്നത്. ഒന്ന്, സുന്ദരികളും സുന്ദരന്മാരും, അതിനകത്ത് ഹിരോഷിമയിൽ ബോംബ് വീഴുന്നത് കേരളത്തിൽ നിന്ന് ആവിഷ്കരിക്കുന്നുണ്ട്. 2 ദേശത്തിൻ്റെ കഥയിലാണെന്ന് തോന്നുന്നു. ഒരു പട്ടാളക്കാരൻ തിരികെ വന്നിട്ട് അയാളുടെ ഭയങ്കര ആഡംബരത്തോടൊക്കെ തിരിച്ചു വരുന്നു, അവിടെ ജാട കാണിച്ച് ഭയങ്കര സെറ്റപ്പിൽ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആശാൻ അവസാനം തൻ്റെ ട്രങ്ക് വെട്ടി വിൽക്കുന്ന ഒരവസ്ഥയിൽ ഇതാക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ട് നടക്കുന്നൊരവസ്ഥ. ഇത് രണ്ടും 2-ാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കയറിനകത്ത് തകഴി എഴുതിയിരിക്കുന്നതാണ്. ഒരുപക്ഷെ ലോകത്ത് ഒരു മനുഷ്യരും ഒരു എഴുത്തുകാരും ഒരു ചരിത്രകാരും ഇങ്ങനെ ഒരു രംഗം യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവില്ല. തകഴി എഴുതുന്നത് ഈ 2-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ആ നാട്ടിൽ കയറിൻ്റെ ആ പ്രദേശത്തെ ആൾക്കാർ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിൽ അച്ഛൻ പ്രത്യേക പ്രാർത്ഥന നടത്തുകയാണ്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ 2-ാം ലോക മഹായുദ്ധം നീണ്ടു പോണേ. ഒന്നുമല്ല, കാര്യം വളരെ സിമ്പിളാണ്. നമ്മുടെ അരിക്ക് നല്ല വില കിട്ടും, നമ്മുടെ നെല്ലിന് വില കിട്ടും, അങ്ങനെ യുദ്ധം നീണ്ടു പോകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ലോകത്ത് ഒരു ചരിത്രത്തിലും ഇന്ത്യയിൽ എഴുതി അല്ലെങ്കിൽ ഏതൊരു ചരിത്ര പുസ്തകത്തിലും അത് കാണില്ല. അത് തകഴി എഴുതി വെച്ചു. ഇങ്ങനെ പല രീതിയിൽ പല തരത്തിൽ ചരിത്രത്തെ നമ്മൾ ഫിക്ഷനകത്ത് രേഖപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ അറിയാതെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നമ്മളൊരുപക്ഷെ ഞാൻ എൻ്റെ നോവലിന് വേണ്ടി കുറേ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു. അത് 1820 എഴുതിയ തിരുവിതാംകൂറും കൊച്ചിയും ആദ്യമായി സർവേ ചെയ്ത വാർഡ് ആൻഡ് കോർണർ എന്ന് പറയുന്ന 2 ബ്രിട്ടീഷ് സർവേ ഓഫീസർമാരുടെ മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്. അത് നമുക്കൊരു 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ഇരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ നൂറ്റാണ്ടിൻ്റെ അവസാനം 1860-കളിൽ സാമുവൽ മത്തീർ എഴുതിയ നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ, അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1920-കളിൽ LA കൃഷ്ണയ്യരുടെ പുസ്തകം. ഇങ്ങനെ നമുക്ക് പരിചിതരല്ലാത്ത വിദേശികളും അല്ലെങ്കിൽ മറുനാടന്മാരും വന്നിട്ട് ആണ് ഇവിടുത്തെ സാമാന്യ ജനതയുടെ ചരിത്രം എഴുതിയിട്ടുള്ളത്. നമ്മുടെ രേഖകളിൽ, മതിലേഖ രേഖകളിൽ, നമ്മൾ ആർക്കൈവ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് രാജഭരണമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാര രേഖകൾ, കണക്കുകൾ ഇതൊക്കെ കിട്ടും. പക്ഷേ സാമാന്യ ജനത്തിനെ ഇവിടുത്തെ ചരിത്രമായി അവശേഷിപ്പിച്ച് പോയത് ഈ മിഷണറിമാരും ഇങ്ങനെ പുറത്തു നിന്ന മറുനാടൻ മനുഷ്യരും സഞ്ചാരികളും ഒക്കെയാണ്. ഞാൻ അങ്ങനെ അന്വേഷണത്തിനിടയിലാണ് എനിക്ക് പഴയ ചില നാടൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ കിട്ടിയത്. നാടൻ പാട്ടുകളല്ല, തെക്കൻ പാട്ടുകൾ. അതിലൊന്നിൻ്റെ പേര് കണിയാരത്ത് തമ്പുരാൻ ഊട്ടുപാട്ട് എന്നാണ്. അത് എൻ്റെ നാട്ടുകാരനായൊരു പ്രൊഫസർ ഉത്തരങ്കോട് ശശിധറാണ് അത് സമാഹരിച്ചത്. 15-16 നൂറ്റാണ്ടിലുണ്ടായൊരു പാട്ട്. അതിൽ പാട്ട്, അതിൻ്റെ ഭാഷ, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഭാഷ നമുക്ക് എടുക്കാനുണ്ട്.
നമുക്ക് എത്രയോ ആയിരക്കണക്കിന് വാക്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് നമുക്ക് മനസ്സിലാവും പഴയ കൃതികൾ വായിച്ചാൽ. അതിലെല്ലാം ഉപരി ഈ നാട്ടിലെ മനുഷ്യർ എങ്ങനെ വ്യവഹരിച്ചിരുന്നു, എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് ആ പാട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അത് കിട്ടാൻ നമുക്ക് വേറെ ഒരു സംഗതിയില്ല, ഈ പാട്ടിനകത്തേ ഉള്ളൂ. ഇതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് സ്വർണം പോലെ കിട്ടിയ ഒരു അറിവെന്ന് പറയുന്നത് ഈ അഗസ്ത്യകൂടം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അഗസ്ത്യകൂടം കാണാം വൈകുന്നേരങ്ങളിൽ, തെളിച്ചമുള്ള സമയത്ത് കാണാൻ പറ്റും. ഈ മല കടന്ന് അപ്പുറത്ത് തിരുനെൽവേലിയിൽ അല്ലെങ്കിൽ അംബാസമുദ്രത്തിലെത്താൻ കോട്ടൂർ വഴി കടന്നു പോകാൻ ഒരു വനപാത ഉണ്ടായിരുന്നു. പിന്നീട് കൊള്ളക്കാരുടെ ശല്യം വന്നപ്പോൾ രാജഭരണം അത് അവസാനിപ്പിക്കുകയാണ്. ആ പാത നടന്നു കയറാൻ നമ്മളിന്ന് നാഗർകോവിൽ ചുറ്റിപ്പോകുന്ന ഒരു 10-70 കിലോമീറ്റർ ദൂരം അവർ നിസ്സാരമായി നടന്നു പോവുകയും ആ തടത്തിനിട്ടിരിക്കുന്ന പേര് ചീരവാടാത്തടം എന്നാണ്. ചീരവാടാത്തടം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു പിടി ചീരയുമായി അംബാസമുദ്രത്തിലെ ചന്തയിൽ വിൽക്കാൻ പോയാൽ ഈ ചീര വാടുന്നതിന് മുമ്പ് അവിടെ എത്താം. സിമ്പിൾ. ഇങ്ങനെ കുറേ അറിവ് അല്ലെങ്കിൽ കുറേ സംഗതികൾ, ചരിത്രത്തെ സാഹിത്യം എന്ന് തന്നെ പറയാം. അത് ഫിക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഫിക്ഷൻ തന്നെയാണ്. ഇത്തരം പാട്ടുകളിലും ഇതെല്ലാം മനുഷ്യർ എങ്ങനെ അവശേഷിപ്പിച്ച് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനും ടി.ഡിയും സുസ്മേഷും അല്ലെങ്കിൽ ഈ കാലത്തെ മനുഷ്യർ എഴുതുന്നത് ഈ കാലത്തിൻ്റെ ചരിത്രം എന്നുള്ള നിലയ്ക്ക് ആയിരിക്കില്ല. ഞങ്ങൾ എഴുതുന്നത് ഫിക്ഷനാണ്. പക്ഷെ നാളത്തെ ഒരു മനുഷ്യൻ ഈ കാലത്തെ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നറിയാൻ, അല്ലെങ്കിൽ ഈ കാലത്തെ രാഷ്ട്രീയം എന്തായിരുന്നു, ഈ കാലത്ത് എങ്ങനെയാണ് സാമാന്യ മനുഷ്യർ വസിച്ചു പോകുന്നത്, അവരുടെ ദുരന്തങ്ങൾ എന്തായിരുന്നു, എങ്ങനെയൊക്കെയാണ് രാഷ്ട്രം അതിൻ്റെ ഭീകരമായ കൈകൾ കൊണ്ട് ഈ മനുഷ്യരെ അമർത്തി പിടിച്ചിരുന്നത്, എങ്ങനെയാണ് അവരെ ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് പേടിപ്പിച്ച് നിർത്തിയിരുന്നതെന്നൊക്കെ ഒരുപക്ഷെ നാളത്തെ മനുഷ്യൻ വായിച്ചെടുക്കുന്നത് ഈ കൃതികളിൽ നിന്നായിരിക്കും എന്നാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. നോവൽ ചരിത്രത്തിൽ ഇടപെടുന്നു എന്നൊരു തലവാചകം ഒരുപക്ഷെ കുറച്ചു കാലം മുന്നേ ആണെങ്കിൽ മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിലോ മറ്റേതെങ്കിലും ഫെസ്റ്റിവലിലോ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നോവൽ സംഭവിക്കുന്നതാണ്, എന്തെങ്കിലും ഒരു കർത്തൃത്വപരമായ ഇടപെടൽ ശേഷിയുള്ള ഒന്നായി നമ്മൾ നോവലിനെയോ സാഹിത്യത്തെയൊക്കെ കണ്ടിരുന്നില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. എന്നാൽ എങ്ങനെയൊക്കെയാണ് നോവൽ ചരിത്രത്തിൽ ഇടപെടുന്നത് എന്ന് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് അഗ്നി മോഷ്ടിച്ചു കൊണ്ടുവന്ന് മനുഷ്യർക്ക് കൊടുത്ത ദൈവത്തെയല്ല, കുരുമുളക് മോഷ്ടിച്ചു കൊണ്ടുവന്ന് മനുഷ്യർക്ക് കൊടുത്ത ദൈവത്തെയും ഭാവന ചെയ്യാനും സാധാരണ മനുഷ്യർക്ക് മല്ലിപ്പൂവിൻ്റെ സുഗന്ധം എന്തായിരുന്നു എന്ന് അടയാളപ്പെടുത്താനും ഒക്കെ ഈ നോവലുകൾക്ക് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ നോവലുകളിലൂടെ അതിൻ്റെ കർത്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. നോവൽ ചരിത്രത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് തുടർന്ന് സംസാരിക്കുന്നതിനായി സുസ്മേഷ് ചന്ദ്രോത്തിനെ ഒരു കൺക്ലൂഷനായിട്ട് പറയാം. ഈ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഈ വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇത് രണ്ട് രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒന്ന്, നമ്മൾ എഴുതുന്നത് ചരിത്രമായി തിരികെയാണ്, അതറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഭൂതകാലത്തിൻ്റെതായ എല്ലാ അനുഭവ പാരമ്പര്യങ്ങളും ഘടകങ്ങളും അതിൽ ഉൾച്ചേരും. അത് നമ്മൾ അറിയാണ്ട് സംഭവിക്കുന്നതാണ്. സമകാലീന രാഷ്ട്രീയം ഉൾപ്പെടുന്ന കാര്യങ്ങൾ. മറ്റൊന്ന്, നമ്മൾ ഇതിനെ ഫിക്ഷനാക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്ത് മുദ്രാവാക്യങ്ങൾ അല്ല, അല്ലെങ്കിൽ തത്സമയ പ്രതികരണങ്ങളല്ല എൻ്റെ എഴുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളോടുള്ള ഇപ്പോഴത്തെ പ്രതികരണങ്ങളല്ല. പ്രതികരണങ്ങൾ വന്നേക്കാം, അത് ഞാൻ അറിയാതെ എൻ്റെ വിഷയത്തിൽ എപ്പോഴെങ്കിലും സർഗാത്മകമായി വരുന്നുണ്ടെങ്കിൽ അത് മതി എന്ന് കരുതുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മാർക്കേസ് നമുക്ക് വളരെ സുപരിചിതനായ ഒരു എഴുത്തുകാരൻ എന്നുള്ള നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, മാർക്കേസ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ജീവിച്ച അരാക്കാറ്റക്ക എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെ പ്രദേശത്തെ ഓർമ്മകൾ, കുട്ടിക്കാല അനുഭവങ്ങൾ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ മികച്ച 1-2 നോവലുകൾക്ക് ആധാരമാക്കിയിട്ടുള്ളത്. പക്ഷേ അത് അദ്ദേഹം ഒരു ഓർമ്മക്കുറിപ്പായിട്ടല്ല അത് എഴുതിയത്, അല്ലെങ്കിൽ അനുഭവക്കുറിപ്പായിട്ടല്ല. അത് സംസ്കരിക്കപ്പെട്ട രീതിയിൽ, സംസ്കരിക്കപ്പെട്ട നിലയിൽ പിന്നീട് അദ്ദേഹത്തിലേക്ക് വരികയും അത് സാഹിത്യ സൃഷ്ടികളായിട്ട് മാറുകയും ചെയ്തതാണ്. 250 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന, ഒരുപക്ഷെ ലോകത്തിന് തന്നെ നോവലിൻ്റെ ഒരു വലിയ പാരമ്പര്യമുണ്ടാക്കി കൊടുത്ത ആദിപുരുഷൻ ദസ്തോവ്സ്കി, അദ്ദേഹം അന്നത്തെ മോസ്കോയുടെ ജീവിത സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ എഴുതിയത് പിൽക്കാലത്ത് ചരിത്രമാകണമെന്ന് കരുതിയിട്ടല്ല. അദ്ദേഹം മനുഷ്യൻ്റെ മനസ്സുകളെയാണ് പിന്തുടർന്നത്. പക്ഷേ ആ മനുഷ്യ മനസ്സുകളെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ദസ്തോവ്സ്കി സ്വജീവിതത്തിലൂടെ സംസ്കരിച്ചെടുത്ത അനുഭവങ്ങളുടെ പ്രതിഫലനമായിട്ടാണ് വന്നത്. അതാണ് ഫിക്ഷൻ. അപ്പോൾ ആ മട്ടിലൊരു ഫിക്ഷൻ റൈറ്റിംഗ് നടക്കുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും
ഈ നരവംശാസ്ത്രം ഉൾപ്പെടെ ചരിത്രം ഉൾപ്പെടെ വരുന്ന മനുഷ്യ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന എല്ലാ സയൻസുകളും ശാസ്ത്രശാഖകളും കണ്ടുപിടുത്തങ്ങളും വരും. പക്ഷെ അത് അതേപടി ആയിരിക്കില്ല, അതേപടി ആയിരിക്കാൻ പാടില്ല. അതൊരു എഴുത്തുകാരൻ്റെ വ്യക്തി എന്നുള്ള നിലയിൽ, സർഗാത്മകത ഉള്ളിലുള്ള ഒരാളെന്നുള്ള നിലയിൽ അതിലൂടെ പലവട്ടം കടന്നുപോയി അത് സംസ്കരിക്കപ്പെട്ട് ഒരു രൂപത്തിലേക്ക് എത്തുമ്പോൾ അതിനെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരിക, അതിനെ ഫിക്ഷനാക്കി മാറ്റുക. അതിനൊരു സൗന്ദര്യമുണ്ടായിരിക്കും. അതിന് നിങ്ങൾ റൊമാൻറ്റിസിസം എന്നൊക്കെ വിളിച്ചിട്ട് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ആ സൗന്ദര്യമാണ് സാഹിത്യത്തിൻ്റെ ശക്തി. അതാണ് കാലങ്ങളെ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ കരുതുന്നു. മറ്റുള്ളത് തത്സമയ കയ്യടികൾക്ക് ഉപകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ സാഹിത്യം ഒരിക്കലും അത് ഉണ്ടായ കാലത്ത് കയ്യടികൾ വാങ്ങിയതല്ല പിൽക്കാലത്ത് നിലനിന്നിട്ടുള്ളത്. ഉണ്ടായ കാലത്ത് അവഗണിക്കപ്പെടുകയോ വിസ്മരിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളതാണ്, അല്ല ആക്ഷേപങ്ങൾക്ക് അർഹമായിട്ടുള്ളതാണ് പിൽക്കാലത്ത് അത് തലമുറകളെ അതിജീവിച്ച് മുൻനിരയിലേക്ക് വന്നിട്ടുള്ളത്. ചരിത്രം സാഹിത്യകാരനെ സ്വാധീനിക്കുന്നത് ഈ മട്ടിലാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അഷീൽ എംബംബെ എന്ന് പറയുന്ന ക്യാമറൂണിയൻ പൊളിറ്റിക്കൽ തിങ്കറിൻ്റെ നെക്രോപൊളിറ്റിക്സ് എന്ന് പറയുന്ന കൃതി എല്ലാവരും വായിച്ചിട്ടുണ്ടാകും. മരണത്തിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ മരണത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഭരണകൂടങ്ങൾ എന്നുള്ളത് ആര് മരിക്കണം ആര് ജീവിക്കണം എന്ന് തീരുമാനിക്കുന്ന നിലയിലേക്ക് വളരുമ്പോൾ മരണത്തിൻ്റെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നോവലുകളിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് സാറിനെ ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് താങ്കളുടെ ആൽഫ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തരം പ്രിവിലേജുകളും ഉപേക്ഷിച്ചു എന്ന് അവകാശപ്പെടുന്ന മനുഷ്യരുടെ ഇടയിലും ആദ്യം മരിക്കുന്നത് അൻവർ എന്ന് പറയുന്ന ഏറ്റവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആര് മരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ പോലും ആ പ്രിവിലേജ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഷീൽ എംബംബെ പറയുന്നുണ്ട് നമ്മളുടെ ലോകം ഡെത്ത് വേൾഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതായത് ചില ഇടങ്ങൾ മനുഷ്യർക്ക് മരിക്കാനുള്ള ഇടങ്ങളായിട്ട് മാറുന്നതായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് പാലസ്തീനിൻ്റെയൊക്കെ ചരിത്രം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാലസ്തീൻ്റെ വർത്തമാനകാലം നോക്കുകയാണെങ്കിൽ ഈ മരണത്തിൻ്റെ രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായിട്ട് കാണാൻ കഴിയുന്നതാണ്. അതായത് പാലസ്തീൻ ഒരു ഡെത്ത് വേൾഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ അപ്പകഷ്ണങ്ങളുമായിട്ട് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ നിരന്തരം കാണുകയാണ്. അപ്പോൾ മരണത്തിൻ്റെ രാഷ്ട്രീയം നോവലുകളിൽ സൂക്ഷ്മമായിട്ട് ആവിഷ്കരിച്ച ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഈ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കൃതികളിൽ നിന്നും അത് നിങ്ങൾക്ക് വ്യക്തമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ സങ്കീർണമായ ഒരു ഹിംസയുടെ ഉന്മാദ സമാനമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ലോകം കടന്നു പോകുന്നത്. അത് കേരളമാണെങ്കിലും ഇന്ത്യയാണെങ്കിലും ലോകമാണെങ്കിലും അങ്ങനെ തന്നെ പോകുന്നു. ചിലത് ഫിസിക്കലാവാം, ചിലത് ഫിസിക്കലല്ലാത്ത ഹിംസയാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള വയലൻസും മനുഷ്യ വിരുദ്ധമാണ്. എഴുത്ത് വയലൻസിനെതിരെയുള്ള സർഗാത്മകമായ പ്രതിരോധം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. സർ, ആൽഫ എന്ന നോവലിനെ കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച ഒരു ഭരണാധികാരിയുടെ ചരിത്ര ദംശനങ്ങളാണ് ആൽഫയിലെ ഉപലേന്ദു ചാറ്റർജിയെ ആൽഫ എന്നൊരു പരീക്ഷണത്തിലേക്ക് രൂപപ്പെടുത്താനോ കാരണമായി മാറുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം അശാന്തിയും അതുപോലെ തന്നെ ഇത്തരം ചരിത്ര ദംശനങ്ങളും ഒക്കെ തന്നെ ഒരു സാഹിത്യകാരൻ്റെ സർഗാത്മകതയെ കൂടുതൽ പ്രചോദിപ്പിക്കുകയല്ലേ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, ഈ ആൽഫയിലെ ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. അതിൽ മനുഷ്യൻ്റെ കാപട്യത്തെക്കുറിച്ച് അത് പറയുന്ന മനോഹരമായ വരികളുണ്ട്. അതിൽ കാറൽ മാർക്സും വ്യാസനുമൊക്കെ എത്ര ശ്രമിച്ചിട്ടും ശരിയാവാത്ത മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്. മനുഷ്യൻ്റെ അടിമുടി കാപട്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികളുണ്ട്. അത് സാറുടെ ചിന്തയാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, എൻ്റെ എല്ലാ നോവലുകളും സംവാദത്തിന് വേണ്ടിയുള്ള ഭൂമികകൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമമാണ്. എൻ്റേതായ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് സ്ഥാപിച്ചെടുക്കുക എന്നുള്ള ഒരു രീതി എനിക്കില്ല. എനിക്ക് സമാനമായ ചിന്താഗതിയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് അങ്ങനെ എഴുതുന്ന രീതി എൻ്റെയല്ല. സമൂഹത്തിൽ വളരെ വ്യത്യസ്ത നിലപാടുകളെ ഒരേ സമയം തന്നെ എഴുത്തിലേക്ക് കൊണ്ടുവരികയും അതിന്നൊരു ഡിസ്കോഴ്സ്, ഇത് വായനക്കാരൻ്റെ മനസ്സിലുണ്ടാകേണ്ട ഡിസ്കോഴ്സ്. ഇപ്പം ടി ഡി രാമകൃഷ്ണൻ്റെ മാത്രം ശരികൾ പറയുന്നത് ഒരു ശരികേടാണെന്ന് ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവാദങ്ങൾക്കുള്ള ഇടങ്ങളാണ്. ഇപ്പോൾ ആൽഫയിലാണെങ്കിലും എൻ്റെ അവസാനത്തെ പച്ച മഞ്ഞ ചുവപ്പ് എന്നുള്ള നോവൽ വരെ ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ കൃതികളിലും നിങ്ങളുടെ വായനയിലൂടെ ഓരോ വായനക്കാരനും അവരവരുടേതായ തലത്തിൽ ഇടപെടാനും യോജിക്കാനും വിയോജിക്കാനും കലഹിക്കാനും പുതിയ തലങ്ങളിലേക്ക് പോകാനുമുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ
കണക്കാക്കുന്നു, എൻ്റെ തീർപ്പുകളല്ല. നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾക്ക് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ ഉപഹാരം സമ്മാനിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്ക് കായുടെ ആദരം സമ്മാനിക്കാൻ മാതൃഭൂമി AGM ശ്രീ നന്ദകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നോവൽ ചരിത്രത്തിൽ ഇടപെടുന്നു എന്ന ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.